ഏതാണ്ട് 200ഓളം വരുന്ന ഈ ഹമാസ് ഭീകരവാദികളുടെ അവസ്ഥ ദയനീയമാണെന്നും അവരുടെ ഭക്ഷണമടക്കമുള്ളവ മുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. ഇവിടെ തുർക്കി രംഗത്ത് വരികയാണ്. തുർക്കിയുടെ മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി ഹദാറിന്റെ മൃതദേഹം വിട്ടു നൽകുന്നു. ഇസ്രായേൽ സേന 11 വർഷം ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും നടക്കാതിരുന്ന ഒരു കാര്യം. പലപ്പോഴും അവർ ഒരാളെ വിട്ടുകൊടുക്കാൻ വേണ്ടി അനേകം പേരെ വിട്ടയക്കാറുണ്ട്. വാസ്തവത്തിൽ അത്തരമൊരു വിട്ടുവീഴ്ചയുടെ ഭാഗമാണ് ഹമാസിന്റെ തലവനായി മാറിയ യാഹ്യ സിൻവർ അടക്കമുള്ളവർ ഇസ്രായേൽ ജയിലിൽ നിന്നും ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി മോചിതരായവരാണ്. അത്തരമൊരു പശ്ചാത്തലം ഉണ്ടായിട്ടും ഇന്നലെ പൊടുന്നനെ തുർക്കിയുടെ മധ്യസ്ഥതയിൽ ഈ ഹദാറിന്റെ മൃതദേഹം വിട്ടു നൽകാൻ തീരുമാനിക്കുകയും ഇന്നലെ രാത്രി വൈകി ഹദാറിന്റെ മൃതദേഹം ഇസ്രായേൽ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഫോറൻസിക് പരിശോധനയിൽ അത് ഹദാറിന്റേതാണ് എന്ന് സ്ഥിരീകരിച്ച് ബന്ധുക്കൾക്ക് കൈമാറി. അപ്പോൾ സ്വാഭാവികമായും അവർ പ്രതീക്ഷിച്ചത് സുരക്ഷിതമായ പാസേജ് ഒരുക്കുമെന്നാണ്. എന്നാൽ ഇസ്രായേൽ പറയുന്നു, അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്ന്. നിങ്ങൾ ആദ്യം ആയുധം താഴെ വയ്ക്കൂ, കീഴടങ്ങൂ, എന്നിട്ട് മാത്രം തീരുമാനിക്കാം എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട്. ഹമാസിന്റെ മിലിറ്ററി വിഭാഗമായ അൽ ഖാസിം ബ്രിഗേഡ് ഇന്നലെ രാത്രിയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, സയനിസ്റ്റ് ഭീകരരുടെ മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നം ഞങ്ങൾക്കില്ല, അതിനേക്കാൾ ഭേദം മരണമാണ്. എന്ന് വെച്ചാൽ കീഴടങ്ങൽ എന്ന ആശയം അവർ വേണ്ടെന്ന് വെച്ചു. ട്രംപ് അവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാം, നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയാൽ മതി, നിങ്ങൾ പോകൂ എന്ന് പറയുന്നുണ്ട്. ട്രംപ് തന്റെ മരുമകൻ ജെറാഡ് കുഷ്ണറെ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. ഇസ്രായേലിന് വലിയൊരു വിജയമുണ്ടായി. അവർ പ്രതീക്ഷിക്കാതെ തന്നെ അവർക്കൊരു പട്ടാളക്കാരന്റെ മൃതദേഹം വിട്ടുകിട്ടി. അങ്ങോട്ടൊന്നും കൊടുക്കാതെ തന്നെ അവർക്ക് വിട്ടുകിട്ടിയത് വലിയ വിജയമാണ്. ഇനി ഇസ്രായേൽ വെക്കുന്ന ഉപാധി, നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങൂ, നിങ്ങൾക്ക് ഞങ്ങൾ സേഫ് പാസേജ് ഒരുക്കി കൊടുക്കാമെന്നാണ്. അതിന് എതിർപ്പുണ്ട്. എന്നാൽ ഹമാസ് പറയുന്നു, വേണ്ട, ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് പറയും. ഡൊണാൾഡ് ട്രംപ് ശക്തമായ നിലപാടാണ് അവർ വിട്ടയക്കണമെന്ന്. പക്ഷേ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിക്കാം. 200ഓളം ഭീകരരെ ഒരുമിച്ച് കിട്ടിയിട്ട് ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അവരെ വെറുതെ വിട്ടാൽ, അവരുടെ ജീവൻ എടുത്തില്ലെങ്കിൽ, അവരെ ജയിലിൽ അടച്ചില്ലെങ്കിൽ അത് കുഴപ്പമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇസ്രായേലികൾ. എന്നാലും ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഈ 200ഓളം പേർ എത്തിയിരിക്കുന്നു. ഹമാസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണത്. ഇത്രയധികം അവരുടെ പോരാളികളെ ഒരുമിച്ച് ഒരിക്കലും ശത്രു രാജ്യത്തിന് കിട്ടിയിട്ടില്ല. മാത്രമല്ല, ഇപ്പോഴത്തെ നീക്കത്തിന്റെ ഭാഗമായി ഖാൻ യൂനിസിലടക്കം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയുടെ ഭാഗങ്ങളിലെ തുരങ്കങ്ങളൊക്കെ ഇവർ ഏതാണ്ട് ഒറ്റപ്പെടുത്തിയിരിക്കുന്നെന്നും ഇവരെയൊക്കെ പതിയെ പതിയെ പിടികൂടാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിയുമെന്നുമുള്ള ഒരു തിരിച്ചറിവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ അവരുടെ പ്രതീക്ഷ ഡൊണാൾഡ് ട്രംപിൽ മാത്രമാണ്. ട്രംപ് എങ്ങനെയെങ്കിലും ഇതൊന്ന് സെറ്റിൽ ചെയ്ത് പ്രശ്നം തീർത്ത് തനിക്ക് സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ട്രംപ് അനാവശ്യമായി ഇടപെടൽ നടത്തുന്നത് ഒഴിച്ചാൽ ഇസ്രായേൽ ഏതാണ്ട് സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് മാറിയിരിക്കുന്ന അവസ്ഥയിലാണ്. ഹമാസിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. 200 ഹമാസ് ഭീകരരുടെ ഭാവി എന്താവും? അവരുടെ ജീവൻ നഷ്ടപ്പെടുമോ? അവരെ ജയിലിലടയ്ക്കുമോ? അതോ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരെ വിട്ടയക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്.